നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വാസ്തുശാസ്ത്രപരമായിട്ട് നമ്മളുടെ വീടുകളിൽ പാടില്ലാത്തതായിട്ടുള്ള 5 പ്രധാനപ്പെട്ട വിഷയങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. ബെൽ ബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്താൽ തുടർന്ന് ഞാൻ നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ കൂടുതൽ നല്ല വീഡിയോകൾ ചെയ്യുന്നതിന് എനിക്ക് പ്രചോദനമാകും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് ഫ്ലാറ്റിലാണെങ്കിലും സാധാരണ വീടുകളിലാണെങ്കിലും നമുക്ക് ഇത്തരം കാര്യങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കാൻ സാധിക്കുന്നതാണ്. നാം അലക്ഷ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നിരവധി നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നതിന് കാരണമായേക്കാം. അത്തരത്തിൽ പ്രതികൂല ഊർജങ്ങളെ ഇല്ലാതാക്കി നമ്മളുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരാൻ സാധിക്കുന്ന 5 പ്രധാന കാര്യങ്ങളെയാണ് ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. 100% ഇത്തരം കാര്യങ്ങൾ അനുവർത്തിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സാധ്യമായ രീതിയിൽ ഇത്തരം നെഗറ്റീവ് എനർജികളെ നീക്കം ചെയ്തുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനാകും. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒന്നാമതായിട്ട് മുഷിഞ്ഞതും പഴയതുമായിട്ടുള്ള വസ്തുക്കളെല്ലാം നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അത്തരം ചില സാഹചര്യങ്ങളിൽ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാകുന്ന പക്ഷം നമുക്ക് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അതിനായിട്ട് നാം ധരിച്ചതിന് ശേഷം കഴുകും മുമ്പ് സൂക്ഷിക്കുന്ന വസ്ത്രങ്ങൾ, പഴയ വസ്ത്രങ്ങൾ, നാം ഉപയോഗിക്കാത്ത നമുക്ക് ആവശ്യമില്ലാത്ത വസ്ത്രങ്ങൾ, ചെരുപ്പ്, ചൂല്, മറ്റ് ക്ലീനിങ് ഉപകരണങ്ങൾ തുടങ്ങിയ സാധനങ്ങൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന്, പ്രധാന കിടപ്പുമുറിയിൽ നിന്നും മറ്റ് കിടപ്പുമുറികളിലും കിഴക്ക് വടക്കേ മുറിയും വീടിന്റെ ഭാഗങ്ങളും ഒക്കെ ഇത്തരം സ്ഥലങ്ങളിൽ നിന്നെല്ലാം മാറ്റി സുരക്ഷിതമായിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റേണ്ടതാണ്. ഒരു വീടിന്റെ തെക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് പ്രധാന മുറികൾ, പ്രധാന കിടപ്പുമുറി, മറ്റ് കിടപ്പുമുറികൾ എന്നീ ഭാഗങ്ങളിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. ഇനി രണ്ടാമതായിട്ടുള്ള കാര്യം, പൊട്ടിയതും ഉപയോഗശൂന്യമായിട്ടുമുള്ള വീട്ടുപകരണങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. ഇനി നീക്കം ചെയ്യാനായിട്ട് സാധിക്കാത്ത കാര്യങ്ങളാണ് എങ്കിൽ അത് പ്രത്യേകമായിട്ട് നേരത്തെ പറഞ്ഞ സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കി മറ്റ് സ്ഥാനങ്ങളിൽ അത് മൂടി വയ്ക്കുക. മറ്റുള്ളവർ കാണാത്ത രീതിയിൽ, നെഗറ്റീവ് എനർജി പുറപ്പെടുവിക്കാത്ത രീതിയിൽ അതിനെ മൂടി വയ്ക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ദേവീദേവന്മാരുടെ ആരാധനാഭാവത്തിലുള്ള ചിത്രങ്ങൾ പൂജാമുറിയിൽ മാത്രം സൂക്ഷിക്കുക. പൂജാമുറിയിലല്ലാതെ ചിത്രങ്ങൾ വെക്കുന്നുവെങ്കിൽ അത് സൗമ്യ ദേവി ദേവന്മാരുടെ ചിത്രങ്ങളായിരിക്കണം. എന്നാൽ ഈ ചിത്രങ്ങൾ മരണപ്പെട്ടവരുടെയോ മറ്റു വ്യക്തികളുടെയോ ഒക്കെ ചിത്രങ്ങളുടെ ഒപ്പം വെക്കാൻ പാടില്ല. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നെഗറ്റീവ് എനർജി തരുന്ന വൃക്ഷങ്ങൾ, ചെടികൾ എന്നിവ ഒഴിവാക്കുക എന്നുള്ളതാണ്. നാം എല്ലാവരും നമ്മുടെ വീടിനുള്ളിൽ അന്തരീക്ഷ ശുദ്ധീകരണത്തിനും ഭംഗിക്കുമൊക്കെ ആയിട്ട് ധാരാളം ചെടികൾ വെച്ചുപിടിപ്പിക്കാറുണ്ട്. എന്നാൽ ഈ ചെടികൾ ചിലപ്പോൾ ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്തേക്കാം. കള്ളിമുൾ ചെടികളും നെഗറ്റീവ് എനർജി നൽകുന്ന ചെടികളും ഒന്നും വീടിനുള്ളിൽ പാടില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. അന്തൂറിയം പോലെയുള്ള ചില ചെടികൾ നെഗറ്റീവ് എനർജി ധാരാളമായിട്ട് പുറപ്പെടുവിക്കുന്നതായിട്ട് ഇന്നത്തെ കാലത്ത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഓക്സിജന്റെ അളവിനെ കുറയ്ക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ചെടികൾ ഒരു കാരണവശാലും വീടിനുള്ളിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ പൂജാമുറിയും ആരാധനാ സ്ഥലത്തും ആരാധനയ്ക്കല്ലാതെയായിട്ടുള്ള ഉപയോഗിക്കുന്ന മറ്റു വസ്തുക്കൾ വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. കൂടാതെ വിപരീത ഊർജം നൽകുന്ന ചിത്രങ്ങൾ, വസ്തുക്കൾ എന്നിവയും ആരാധനാ സ്ഥലങ്ങളിലും പൂജാമുറിയിലും ഒന്നും ഒരിക്കലും വെക്കാൻ പാടില്ല. വിപരീത സ്വഭാവമുള്ള വസ്തുക്കൾ വെക്കുക വഴി നമ്മളുടെ ഊർജത്തെ അത് പ്രതികൂലമായിട്ട് ബാധിക്കാം. അതുകൊണ്ട് ചിത്രങ്ങളും വസ്തുക്കളും ഒക്കെ തിരഞ്ഞെടുത്ത് ആരാധനാ സ്ഥലങ്ങളിൽ വെക്കുമ്പോൾ വിപരീത സ്വഭാവമുള്ള ഒരു ചിത്രങ്ങളും അല്ലെങ്കിൽ വസ്തുക്കളും പാടില്ല. നമ്മളുടെ കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമ നൽകുന്ന, ഒരു സന്തോഷം നൽകുന്ന വസ്തുക്കളായിരിക്കണം അവിടെ വെക്കേണ്ടത്. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വളരെ നിസ്സാരമായിട്ട് നമുക്ക് പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കും. വാസ്തുശാസ്ത്രം അനുകൂലമാക്കിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തെ വിജയത്തിലേക്ക് കൊണ്ടുപോകാം. വാസ്തു അനുകൂലമാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു 5 ടിപ്പാണ് ഞാൻ പറഞ്ഞു തന്നത്. ഗ്രഹത്തിൽ പാടില്ലാത്തതായിട്ടുള്ള 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനിയും ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. വിസ്താര ഭയത്തിൽ അത് ചുരുക്കുകയാണ്. എല്ലാവരും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളുടെ എല്ലാം ഗ്രഹത്തെ ഐശ്വര്യമുള്ളതാക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണും എന്ന് വിചാരിക്കുന്നു.
കൂടുതൽ നല്ല വീഡിയോകളുമായി ഇനിയും ഞാൻ എത്തുന്നതാണ്. അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.